ഹായ് ഓൾ, വെൽക്കം ടു ആയുർ ടോക്ക്. ഇന്നത്തെ ടോപ്പിക്ക് PCOS ഇൻ ആയുർവേദ. ആയുർവേദ ശാസ്ത്രത്തിൽ PCOSന്റെ ചികിത്സാ രീതികളെ പറ്റിയാണ് പറയുന്നത്. അതിന് മുൻപ് എന്താണ് PCOS എന്ന് പറയാം. അതായത് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ഹോർമോണൽ ഇംബാലൻസ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ മെയിൽ ഹോർമോണായ ആൻഡ്രോജന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും അതിന്റെ ഫലമായിട്ട് ഓവേറിയൻ ഡിസ്ഫങ്ഷൻ, അതായത് ഓവറിയുടെ ഫങ്ഷൻസ് ഡിസ്റ്റർബ് ആവുകയും അവിടെ ഇമ്മച്വർ ആയിട്ടുള്ള ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്ത് പിന്നീട് അത് സിസ്റ്റായി മാറുകയും ചെയ്യുന്നു. ഇതൊരു റീപ്രൊഡക്റ്റീവ് ഏജ് മുതൽ അതായത് ഒരു 18 വയസ്സ് മുതൽ മിഡിൽ ഏജ് വരെയുള്ള ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്കാണ് കൂടുതലും കാണുക. പിന്നെ കഴുത്തിന് ചുറ്റും കണ്ണിന് താഴെയും ഒക്കെ ഡാർക്ക് പിഗ്മെന്റേഷൻ ഉണ്ടാവുക, അമിതമായ രോമ വളർച്ച, അതായത് മേൽചുണ്ട്, ഫേസ്, ചെസ്റ്റ് അവിടെയൊക്കെ ക്രമാതീതമായി രോമവളർച്ച ഉണ്ടാവുക, അതേപോലെ കോംപ്ലിക്കേറ്റഡ് കേസുകളിൽ ഇൻഫെർട്ടിലിറ്റി വരെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു രോഗാവസ്ഥയാണ് PCOS. ഇനി എങ്ങനെ നമുക്കിത് രോഗം നിർണ്ണയിക്കാം? അതായത് ഞാൻ ഈ പറഞ്ഞ ഈ രോഗലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്കൊരു USG അബ്ഡോമിനൽ പെൽവിസ് സ്കാനിങ്ങിലൂടെ രോഗാവസ്ഥ നിർണ്ണയിക്കാവുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെന്നും പറഞ്ഞ് PCOS എന്ന് നമുക്ക് നിർണ്ണയിക്കാനാവുന്നതുമല്ല. ഇനി ഈ ഒരു രോഗാവസ്ഥ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ ഭാവിയിൽ മറ്റു രോഗാവസ്ഥയിലേക്ക് എത്തിച്ചേരാനും സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ടൈപ്പ് 2 ഡയബറ്റീസ്, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹൈപ്പർ ടെൻഷൻ, ഹൃദയ സംബന്ധമായിട്ട് രോഗാവസ്ഥകളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അതായത് ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയതുകൊണ്ട് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക അത്യന്താപേക്ഷിതമാണ്. അതായത് പ്രധാനമായിട്ടും ആഹാര രീതി, അതായത് സ്പൈസിയും കൊഴുപ്പ് നിറഞ്ഞ ആഹാരങ്ങൾ, അതുപോലെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് മുതലായവ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം കഴിക്കുക, അതേപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ്, പ്രധാനമായിട്ടും ചെറുപയർ, നിലക്കടല, അതേപോലെ ഉഴുന്ന് ചേർത്ത പലഹാരങ്ങളൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, അതേപോലെ ഇലക്കറികൾ ധാരാളം കഴിക്കുക. നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ PCOSന് ഒരുപാട് നല്ല ചികിത്സകൾ ഇപ്പം ലഭ്യമാണ്.